എൻ്റെ പേര് രജനി എന്നാണ്. ഞങ്ങൾ വരുന്നത് വയനാട്ടിലെ കണിയാമ്പറ്റ MRC നിന്നാണ്. അതായത് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ഒന്നാണ് അവിടെയുള്ളത്. ആദ്യമായിട്ടാണ് ഈ കലോത്സവത്തിൽ 5 ഇനം ഗോത്ര നൃത്തങ്ങൾ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള 24 പിള്ളേർക്ക് സംസ്ഥാന തലം വരെ എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. വയനാട് GMRSൽ നിന്നും 26 വിദ്യാർത്ഥികളുമായിട്ടാണ് രജനി ടീച്ചറും സംഘവും ചുരമിറങ്ങിയത്. പണിയ നൃത്തവും ഇരുള നൃത്തവുമായിരുന്നു പ്രധാന ഐറ്റം. കുട്ടി ടീച്ചർമാർ തന്നെ ചിട്ടപ്പെടുത്തിയ നൃത്തവുമായി അവർ വേദിയിൽ കയറി. അനന്തപുരയിലെ കലോത്സവ മാമാങ്കത്തിനെത്തിയ കഥ കുട്ടികൾ തന്നെ പറയും. ഒരു ദിവസം ക്ലാസ്സിൽ മാഷ് വന്നിട്ട് പറഞ്ഞു, ഒരു 5 ഐറ്റം ഗോത്ര നൃത്തം വന്നിട്ടുണ്ട്, അപ്പോൾ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞപ്പോൾ വട്ടക്കളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളൊപ്പം പഠിക്കുന്ന 2 പിള്ളേരുണ്ടായതുകൊണ്ട് നമ്മൾ ഇരുള നൃത്തത്തിൻ്റെ അവർ വന്ന് നമ്മൾ പെർമിഷൻ എടുത്ത് പോയിട്ടിട്ട് മാഷിനോട് ചോദിച്ചു പഠിച്ചോട്ടെ ചോദിച്ചു. മാഷ് പറഞ്ഞു പഠിച്ചോ. അപ്പം നമ്മളങ്ങനെ പ്രാക്ടീസ് തുടങ്ങി, സെലക്ഷൻ നടത്തി, എല്ലാവരും എടുത്തു, പ്രാക്ടീസ് തുടങ്ങി. അപ്പോൾ അങ്ങനെ സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് കിട്ടി. പിന്നെ ജില്ലയിൽ പോയി അങ്ങനെയും ഫസ്റ്റ് കിട്ടി. പിന്നെ ഹോസ്റ്റലിലായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വെക്കേഷനൊക്കെ നിന്ന് അവിടെ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വേദി കിട്ടിയത്. അപ്പോൾ ആ ഒരു സന്തോഷവും. കൽപ്പറ്റ GRMSലെ വിദ്യാർത്ഥികളായ ഷൈനിയും അജിതയുമാണ് ഇരുള നൃത്തം ചിട്ടപ്പെടുത്തിയത്. ഊരുകളിൽ കണ്ടുവളർന്ന നൃത്തരൂപങ്ങൾ അവർ കലോത്സവ വേദിയിലെത്തിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഡാൻസ് പഠിപ്പിച്ചത്. പാലക്കാട് അട്ടപ്പാടി നിന്നാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ ഇത് പ്രധാനമായിട്ട് ചെയ്തു വരുന്നതെന്ന് വെച്ചാൽ ജനന മരണ ചടങ്ങുകളിലും അങ്ങനെയായിട്ടുള്ള ഇതിലാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് മല്ലീശ്വരൻ ദൈവം എന്ന് പറഞ്ഞ ദൈവത്തിനെ ഉണർത്താൻ വേണ്ടിയിട്ടും ഇത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് പഠിച്ചെടുത്തതാണ് ചെറുപ്പം മുതൽ. ആദ്യം ആർക്കൊന്നും മനസ്സിലായിട്ടില്ല, പിന്നീട് എല്ലാവരും ഓക്കെ ആയി. പിന്നെ കുറച്ച് സ്റ്റെപ്പൊക്കെ ടഫായിരുന്നു, പിന്നെ അവർ പഠിച്ചെടുത്തു. ഞങ്ങൾ നാട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ സ്ഥലത്തൊക്കെ പോയി കണ്ട് പഠിച്ചെടുത്താണിത്. വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമായ ഗോത്ര നൃത്തമാണ് പണിയ നൃത്തം. ചുരമിറങ്ങി എത്തിയ കലാരൂപത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നെ ഞങ്ങൾ പണിയ നൃത്തത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷമാണ് ആദ്യമായിട്ട് ഗോത്രകലകളൊക്കെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് ആദ്യത്തെ വർഷം തന്നെ സ്റ്റേറ്റിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കലോത്സവ നഗരിയിലെ ഒരുപാട് നല്ല ഓർമ്മകളുമായി അവർ കൽപ്പറ്റയിലേക്ക് തിരിച്ചു. അടുത്ത വർഷം ഇനിയും കണ്ടുമുട്ടാമെന്ന ഉറപ്പോടെ.